أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇന്നും ഞാൻ മക്ക വിജയവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നതാണ്. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ എത്ര കാലം താമസിച്ചു എന്നതിനെക്കുറിച്ചും വിശദാംശങ്ങൾ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്ന് മക്ക ജയിച്ചടക്കിയ ശേഷം ഏതാനും ദിവസങ്ങൾ അവിടെ താമസിച്ചു. എന്നാൽ എത്ര കാലം താമസിച്ചു എന്നതിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. ബുഖാരിയിൽ ഹസ്രത്ത് ഇബ്നു അബ്ബാസിൽ നിന്ന് ഉദ്ധരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ 19 ദിവസം താമസിച്ചു എന്നാണ്. അദ്ദേഹം 2 റക്അത്താണ് നമസ്കരിച്ചിരുന്നത്, അതായത് ഖസറാക്കി നമസ്കരിച്ചു. ചില നിവേദനങ്ങളിൽ 18, 17, 15 ദിവസങ്ങളും പരാമർശിച്ചിട്ടുണ്ട്. അല്ലാമ ഇബ്നു ഹജർ 19 ദിവസത്തെ നിവേദനത്തിനാണ് മുൻഗണന നൽകിയിട്ടുള്ളത്. കാരണം മിക്ക നിവേദനങ്ങളിലും 19 ദിവസമാണ് പരാമർശിച്ചിട്ടുള്ളത്. മറ്റ് നിവേദനങ്ങളെ ഇങ്ങനെ വ്യാഖ്യാനിക്കാം. 19 ദിവസത്തെ നിവേദനത്തിൽ മക്കയിൽ പ്രവേശ ദിവസവും പുറപ്പെട്ട ദിവസവും ഉൾപ്പെടുന്നു. 17 ദിവസമാണ് എന്ന് പറഞ്ഞവർ വന്നതും പോയതുമായ ദിവസങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. 18 ദിവസമെന്ന് നിവേദനം ചെയ്തവർ അവയിൽ ഒരു ദിവസം കണക്കിലെടുത്തു. 15 ദിവസത്തെ നിവേദനം പറഞ്ഞവർ 17 ദിവസത്തെ നിവേദനം കണക്കിലെടുത്ത് പ്രവേശ ദിവസവും പുറപ്പെട്ട ദിവസവും ഒഴിവാക്കി 15 ദിവസത്തെ പരാമർശിച്ചിരിക്കുന്നു. ചില പാശ്ചാത്യ പണ്ഡിതന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക വിജയത്തെക്കുറിച്ച് തങ്ങളുടെ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വില്യം മ്യൂർ ഒരു പ്രശസ്ത പാശ്ചാത്യ പണ്ഡിതനാണ്. അദ്ദേഹം സ്കോട്ട്ലാൻഡുകാരനായിരുന്നു. മക്ക വിജയത്തെക്കുറിച്ച് തൻ്റെ ദി ലൈഫ് ഓഫ് മുഹമ്മദ് എന്ന ഗ്രന്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദാത്ത മാതൃകയെക്കുറിച്ച് എഴുതുമ്പോൾ അദ്ദേഹം പറയുന്നു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞ കാലത്തെ എല്ലാ തെറ്റുകളും ക്ഷമിച്ചതും, അതായത് ആളുകളുടെ എല്ലാ കൊള്ളരുതായ്മകളും മാപ്പാക്കുക എന്നത്, അവരുടെ ഭാഗത്തു നിന്നുള്ള ചെറുതും വലുതുമായ വിഷമങ്ങൾ മറന്നതും യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം നേട്ടത്തിന് വേണ്ടിയായിരുന്നു. എന്നാൽ ഇത് എഴുതിയതിനു ശേഷം സത്യം അംഗീകരിക്കാൻ അദ്ദേഹം നിർബന്ധിതനാകുന്നു. അദ്ദേഹം പറയുന്നു, എങ്കിലും ഇതിന് മഹത്തായ ഒരു ആർദ്ര ഹൃദയം ആവശ്യമാണ്. ഇതിൻ്റെ പ്രയോജനം അദ്ദേഹത്തിന് തന്നെയാണ് ലഭിച്ചത്. കാരണം അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലെ എല്ലാവരും അദ്ദേഹത്തോടൊപ്പം ചേരാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തെ പൂർണ്ണ സന്തോഷത്തോടും സവിശേഷമായ ഭക്തിയോടും കൂടി സ്വീകരിച്ചു. ഏതാനും ആഴ്ചകൾക്ക് ശേഷം അവരിൽ 2000 പേർ അദ്ദേഹത്തിന് സമീപം ആത്മാർത്ഥമായി അണിനിരക്കുന്നതാണ് നാം കാണുന്നത്. ഇതുപോലെ വില്യം മോൺഗോമറി എഴുതിയിരിക്കുന്നു. ഇദ്ദേഹവും സ്കോട്ടിഷ് പാശ്ചാത്യ പണ്ഡിതനായിരുന്നു. ഇസ്ലാമിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുമെതിരെ തൻ്റെ ഗ്രന്ഥങ്ങളിൽ വളരെ വിമർശിച്ചെഴുതിയ ആളായിരുന്നു അദ്ദേഹം.
എന്നാൽ അദ്ദേഹത്തിൻ്റെ മുഹമ്മദ് അറ്റ് മദീന എന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അതിൻ്റെ തർജ്ജമ വായിക്കാം. മുമ്പും തർജ്ജമയാണ് ഞാൻ വായിച്ചിരുന്നത്. മക്കയിലെ പ്രമാണിമാരെ ഇസ്ലാം സ്വീകരിക്കാൻ നിർബന്ധിച്ചില്ല. ഇത് അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട്. ഈ പ്രമാണിമാരും മറ്റു പലരും അവിശ്വാസത്തിൽ തന്നെ തുടർന്നു. എല്ലാറ്റിനും ഉപരിയായി അദ്ദേഹം, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തൻ്റെ കീഴിലുള്ള സഖ്യത്തെ നയിച്ച രീതിയും തങ്ങളോട് നീതിയോടുകൂടി വർത്തിക്കുന്നു എന്ന് ഏതാണ്ട് എല്ലാവരെയും ബോധ്യപ്പെടുത്തിയ രീതിയും ഇസ്ലാമിക സമൂഹത്തിൽ ഐക്യവും സംതൃപ്തിയും ആവേശവും വർദ്ധിപ്പിച്ചു. ഇത് മറ്റ് സ്ഥലങ്ങളിലെ അസ്വസ്ഥതകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. ഇത് തീർച്ചയായും പലർക്കും വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും. ഇത് അവരെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് ആകർഷിച്ചു. ഇതിലെല്ലാം ഒരു കാര്യം തീർച്ചയായും ആകർഷണീയമാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൻ്റെ ലക്ഷ്യത്തിലും കാഴ്ചപ്പാടിലും ദീർഘവീക്ഷണത്തിൽ അധിഷ്ഠിതമായ യുക്തിജ്ഞാനത്തിലുമുള്ള വിശ്വാസമാണത്. അദ്ദേഹത്തിൻ്റെ സമൂഹം ചെറുതായിരുന്നപ്പോഴും തനിക്ക് ലഭ്യമായ സൗകര്യങ്ങളെല്ലാം ശത്രുക്കളിൽ നിന്ന് സ്വയം രക്ഷിക്കാൻ വിനിയോഗിക്കുമ്പോഴും അദ്ദേഹം ഒരു ഏകീകൃത അറബ് രാഷ്ട്രമെന്ന സങ്കല്പത്തിന് ജന്മം നൽകുകയായിരുന്നു. അത് ബാഹ്യമായി വികസിക്കുകയും മക്കയിലെ ആളുകൾക്ക് അവരുടെ പുരാതന വാണിജ്യ പങ്കിനേക്കാൾ മികച്ച പങ്കുണ്ടായിരിക്കുകയും ചെയ്യും. ഇപ്പോൾ മിക്കവാറും എല്ലാ ആളുകളും ഏറ്റവും വലിയവർ പോലും അദ്ദേഹത്തിന് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നു. കാര്യമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും പലപ്പോഴും പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും, എന്നാൽ മിക്കവാറും എല്ലായ്പ്പോഴും പൂർണ്ണ ആത്മവിശ്വാസത്തോടെ അദ്ദേഹം തൻ്റെ ലക്ഷ്യത്തിലേക്ക് മുന്നേറി. ഈ ചരിത്ര സംഭവങ്ങളുടെ യാഥാർത്ഥ്യത്തിൽ നമുക്ക് വിശ്വാസമില്ലായിരുന്നുവെങ്കിൽ ഒരു നിസ്സാരനായി കണക്കാക്കപ്പെടുന്ന മക്കയിലെ പ്രവാചകൻ തൻ്റെ നഗരത്തിലേക്ക് ഒരു വിജയിയായി തിരിച്ചു വരുമെന്ന് ആരും വിശ്വസിക്കില്ലായിരുന്നു. മറ്റൊരു പാശ്ചാത്യ പണ്ഡിതനാണ് ആർതർ ഗിൽമാൻ. ഇദ്ദേഹവും പ്രശസ്തനായ ഓറിയന്റലിസ്റ്റ് ആയിരുന്നു. അമേരിക്കക്കാരനായിരുന്നു അദ്ദേഹം. മക്ക വിജയത്തെക്കുറിച്ച് തൻ്റെ ദി സരസൻസ് എന്ന പുസ്തകത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊതുമാപ്പ്, ഉദാത്തമായ മാതൃക, സഹിഷ്ണുത എന്നിവയെ മാതൃകാപരമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ എഴുതി: മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസ്തനായ ഒട്ടകപ്പുറത്ത് കയറി നഗരത്തിൽ പ്രവേശിച്ചപ്പോൾ അതേ ഒട്ടകമാണ് മറ്റു പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തെ വിശ്വസ്തയോടെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരിടത്തേക്ക് എത്തിച്ചത്. നന്ദിയുടെ വികാരത്താൽ അദ്ദേഹത്തിന്റെ ഹൃദയം നിറഞ്ഞിരുന്നു. കാരണം അദ്ദേഹം തെരുവുകൾ ഒഴിഞ്ഞുകിടക്കുന്നത് കണ്ടു. തന്നെ സമാധാനപരമായിട്ടായിരിക്കും സ്വാഗതം ചെയ്യുക എന്ന് മനസ്സിലാക്കി. മുൻകാലങ്ങളിൽ മക്ക നിവാസികൾ തന്നോട് ചെയ്ത അതിക്രമങ്ങൾക്ക് പ്രതികാരം ചെയ്യാൻ പ്രേരിതനായേക്കാമായിരുന്ന സന്ദർഭത്തിൽ തൻ്റെ സൈന്യത്തെ എല്ലാവിധ രക്തച്ചൊരിച്ചിലിൽ നിന്നും വിലക്കിയതും താഴ്മയും അള്ളാഹുവിനോടുള്ള നന്ദിയും കഴിവതും പ്രകടിപ്പിച്ചതും അതീവ പ്രശംസനീയമാണ്. ഇത് ശരിയാണ്. അദ്ദേഹം എഴുതുന്നു, നേരത്തെ സൂചിപ്പിച്ച ഖാലിദ് ഇബ്നു വലീദിന്റെ സംഭവമാണ്. ഖാലിദ് ഒരു സ്ഥലത്ത് ശക്തിയെ ശക്തി കൊണ്ട് നേരിട്ടു എന്നത് ശരിയാണ്. എന്നാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കഠിനമായി വെറുക്കുകയാണ് ചെയ്തത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ചെയ്തത് കാബയെ വിഗ്രഹങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുക എന്നതായിരുന്നു. അതിനുശേഷം തൻ്റെ മുഅസ്സിനോട് കാബയുടെ മുകളിൽ നിന്ന് നമസ്കാരത്തിനായി ബാങ്ക് വിളിക്കാൻ കൽപ്പിച്ചു. കൂടാതെ ഓരോരുത്തരും തങ്ങളുടെ കൈവശമുള്ള വിഗ്രഹങ്ങൾ തകർക്കാൻ വിളംബരം ചെയ്യിക്കുകയും ചെയ്തു. മുമ്പ് പല സന്ദർഭങ്ങളിലും അങ്ങേയറ്റം ക്രൂരമായി പെരുമാറിയ 10-12 പേർക്ക് ശിക്ഷ നൽകാൻ കൽപ്പിക്കുകയും അവരിൽ 4 പേരെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. എന്നാൽ ഈ നിലപാട് രാജ്യം കീഴടക്കിയ മറ്റ് നേതാക്കളുടെ നിലപാടുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെയധികം മനുഷ്യത്വമുള്ളതാണെന്ന് വേണം പറയാൻ. 1099 ജെറുസലം കൈയടക്കിയപ്പോൾ 70,000 മുസ്ലിം പുരുഷന്മാരെയും സ്ത്രീകളെയും നിസ്സഹായരായ കുട്ടികളെയും കൊന്നൊടുക്കിയ കുരിശ് യോദ്ധാക്കളുടെ ക്രൂരതകളുമായി താരതമ്യം ചെയ്യുമ്പോൾ
അല്ലെങ്കിൽ 1874 ആകുന്ന മറക്കാനാവാത്ത വർഷം കുരിശിന്റെ തണലിൽ പൊരുതിയ ബ്രിട്ടീഷ് സൈന്യം ആഫ്രിക്കയിലെ ഗോൾഡ് കോസ്റ്റിന്റെ തലസ്ഥാന നഗരി യുദ്ധസമയത്ത് ചുട്ടരിച്ചുകൊണ്ട് പ്രകടിപ്പിച്ച പരുഷ നിലപാടുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിജയം യഥാർത്ഥത്തിൽ മതത്തിന്റെ വിജയമായിരുന്നു, അല്ലാതെ രാഷ്ട്രീയത്തിൻ്റെതായിരുന്നില്ല. അദ്ദേഹം എല്ലാത്തരം വ്യക്തിഗത ആദരവുകളെയും നിരസിച്ചു. രാജകീയ മേധാവിത്വത്തിന്റെ എല്ലാ വഴികളും ഒഴിവാക്കി. മക്കയിലെ അഹങ്കാരികളായ എല്ലാ നേതാക്കളെയും അദ്ദേഹത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നപ്പോൾ, ഇന്ന് നിങ്ങൾ എൻ്റെ കൈകളിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്ന് അദ്ദേഹം അവരോട് ചോദിച്ചു. അവർ പറഞ്ഞു, ഓ ഞങ്ങളുടെ ഉദാരനായ സഹോദര, കരുണ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ അങ്ങനെയാവട്ടെ, നിങ്ങളെല്ലാവരും സ്വതന്ത്രരാണ്. പിന്നെ റൂത്ത് ക്രാസ്റ്റൺ എന്ന ഒരു പാശ്ചാത്യ പണ്ഡിതനുണ്ട്. അവരും അമേരിക്കക്കാരിയായിരുന്നു. മക്ക വിജയത്തെക്കുറിച്ച് തൻ്റെ വേൾഡ് ഫെയ്ത്ത് എന്ന ഗ്രന്ഥത്തിൽ അവരൊരു സ്ത്രീയാണ്, ഇങ്ങനെ എഴുതുന്നു: ക്രിസ്താബ്ദം 630 തുടക്കത്തിൽ വെറും 10 വർഷം മുമ്പ് കല്ലെറിഞ്ഞ് നഗരത്തിൽ നിന്ന് പുറത്താക്കുകയും പരിഹാസത്തിന് ഇരയാക്കുകയും ചെയ്ത ആ വ്യക്തി ഇപ്പോൾ തൻ്റെ 10,000 പരിചയസമ്പന്നരായ സൈനികരുമായി മക്ക നഗരത്തിൽ പ്രവേശിച്ചു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയും കൊല്ലരുതെന്ന് ഉത്തരവിട്ടിരുന്നു. പൗരന്മാരോട് ദയയോടെ പെരുമാറണമെന്ന് പറഞ്ഞു. എന്നാൽ മക്കക്കാരുടെ എല്ലാ വാഗ്ദാനങ്ങളും ഉറപ്പുകളും ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിന്റെ സൈനികർ ആക്രമിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തന്റെ കമാൻഡർ ഖാലിദിനെ, അന്ന് അദ്ദേഹത്തിന്റെ സൈന്യത്തിന്റെ മേധാവിയായിരുന്ന ഖാലിദിനെ കടുത്ത പ്രതികരണത്തിൽ നിന്ന് തടയാൻ ബുദ്ധിമുട്ടേണ്ടി വന്നു. എന്തായാലും ഈ കാര്യത്തിൽ അവർ അതിശയോക്തി കാണിച്ചിട്ടുണ്ട്. അവിടെ ഒരു ഉറപ്പും നൽകിയിരുന്നില്ല. മക്കക്കാരാണ് ആദ്യം ആക്രമിച്ചത്. ഏതായാലും പക്ഷപാതം എവിടെയെങ്കിലും പ്രകടമാകുമല്ലോ. പിന്നീട് അവർ എഴുതുന്നു, 2 മുസ്ലിങ്ങളും 28 മക്കക്കാരും കൊല്ലപ്പെട്ടു. അത്തരം ഒരു സമയത്തും സാഹചര്യത്തിലും മറ്റൊരു നേതാവായിരുന്നെങ്കിൽ എത്രയധികം കൊലപാതകങ്ങളും നാശവും ഉണ്ടാകുമായിരുന്നു എന്ന് സങ്കല്പിക്കുക. പിന്നീട് ഇവിടെയും അവർ സത്യം പറയാൻ നിർബന്ധിതയാകുന്നു. മുസ്ലിം സൈന്യം നഗരം പിടിച്ചടക്കിയപ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വസ്ത്രം മാറ്റി വെളുത്ത ഇഹ്റാം ധരിക്കുകയുണ്ടായി. അദ്ദേഹം ഹജ്ജിന്റെ നിർബന്ധിത കർമ്മങ്ങൾ അനുഷ്ഠിച്ചു. കാബയെ 7 തവണ തവാഫ് ചെയ്തു. എന്നിട്ട് തന്റെ ശേഷിച്ച കൂട്ടുകാരെ വിളിച്ചു. ആ മഹത്തായ ദിനത്തിലും തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവസരത്തിലും തന്നോടൊപ്പം നിൽക്കുന്നതിനായി പലപ്പോഴും തങ്ങളുടെ ജീവൻ അപകടത്തിലാക്കി അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തിനു വേണ്ടി ത്യാഗങ്ങൾ ചെയ്ത ആ കൂട്ടുകാർ, കല്ലുകൊണ്ട് നിർമ്മിച്ച 360 വിഗ്രഹങ്ങൾ ഹുബൽ ഉൾപ്പെടെ ഓരോന്നോരോന്നായി കഅബയിൽ നിന്ന് നീക്കം ചെയ്യുകയും തകർക്കുകയും ചെയ്തു. ഓരോ വിഗ്രഹവും തകർക്കുമ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉച്ചത്തിൽ പ്രഖ്യാപിച്ചു, സത്യം വന്നു, അസത്യം നശിച്ചിരിക്കുന്നു. കാരൻ ആംസ്ട്രോങ് ഒരു നല്ല പാശ്ചാത്യ പണ്ഡിതയാണ്. സാധാരണയായി വളരെ നീതിയോടെ എഴുതുന്ന ആളാണ്. 1944 ജനിച്ചു. ഇംഗ്ലണ്ടിലെ ഒരു പ്രശസ്ത പണ്ഡിതയും എഴുത്തുകാരിയുമാണ്. മതതാരതമ്യ പഠനത്തിൽ തൻ്റെ രചനകളിലൂടെ അവർ പ്രശസ്തി നേടിയിട്ടുണ്ട്. തൻ്റെ മുഹമ്മദ് എ ബയോഗ്രഫി ഓഫ് പ്രോഫറ്റ് എന്ന ഗ്രന്ഥത്തിൽ മക്ക വിജയത്തെക്കുറിച്ച് അവർ എഴുതിയിരിക്കുന്നു. അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് രക്തരൂഷിതമായ പ്രതികാരം ചെയ്യാനുള്ള യാതൊരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. ആരെയും ഇസ്ലാം സ്വീകരിക്കാൻ നിർബന്ധിച്ചതുമില്ല. ആരുടെയും മേൽ യാതൊരു സമ്മർദ്ദവും ചെലുത്തിയതായി തോന്നുന്നില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ നിർബന്ധിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. മറിച്ച് അവർക്കിടയിൽ മൈത്രിയും അനുരഞ്ജനവും സ്ഥാപിക്കാനാണ് ആഗ്രഹിച്ചത്. അദ്ദേഹം മക്കയിൽ വന്നത് ഖുറൈശികളെ അടിച്ചമർത്താനായിരുന്നില്ല, മറിച്ച് അവർക്ക് നിഷ്പ്രയോജനകരമെന്ന് തെളിഞ്ഞ മതത്തെ ഇല്ലാതാക്കാനായിരുന്നു. മക്ക വിജയത്തിലൂടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രവാചകത്വവാദത്തിൻ്റെ സത്യസന്ധത തെളിയിച്ചു. ഈ വിജയം
യാതൊരു രക്തച്ചൊരിച്ചിലുമില്ലാതെയാണ് നേടിയത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമാധാനപരമായ നയം വിജയിച്ചു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ മക്കയിൽ വിഗ്രഹപൂജ ഇല്ലാതായി. ഇക്രിമിയെയും സുഹൈലിനെയും പോലുള്ള കടുത്ത എതിരാളികൾ ആത്മാർത്ഥവും ആവേശഭരിതരുമായ മുസ്ലിങ്ങളായി മാറി. എന്തായാലും ഈ പാശ്ചാത്യ പണ്ഡിതന്മാരിൽ ചിലർ കടുത്ത എതിരാളികളായിരുന്നിട്ടും ഈ സത്യം തുറന്നു പറഞ്ഞു. അതിനവർ നിർബന്ധിതരായിരുന്നു. അവർക്ക് മറ്റു വഴികളുണ്ടായിരുന്നില്ല. മക്ക വിജയവുമായി ബന്ധപ്പെട്ട് ഇനിയും ചില സംഭവങ്ങളുണ്ട്. അബ്ദുല്ല ബിൻ സാദ് ബിൻ അബി സർഹിന്റെ തൗബയുടെ സംഭവമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം മുമ്പ് ഇസ്ലാം സ്വീകരിച്ചിരുന്നു. വഹി എഴുതിയിരുന്ന ആളായിരുന്നു. പിന്നീട് മുർത്തദ്ദായി തിരിച്ചുപോയി. അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നുവെന്നും പറയപ്പെടുന്നു. മക്ക കീഴടക്കപ്പെട്ടപ്പോൾ അദ്ദേഹം ഹസരത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ അടുത്ത് ഒളിച്ചു. അദ്ദേഹം ഉസ്മാന്റെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരനായിരുന്നു. ഹസരത്ത് ഉസ്മാൻ അയാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് കൊണ്ടുവന്ന് അപേക്ഷിച്ചു, യാ റസൂലുള്ളാഹ്, അബ്ദുല്ലയുടെ ബയ്യത്ത് സ്വീകരിച്ചാലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ നേരം മൗനം പാലിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ബയ്യത്ത് സ്വീകരിച്ചു. അബ്ദുല്ല ഇബ്ൻ അബി സർഹ് തിരിച്ചുപോയപ്പോൾ രേഖപ്പെടുത്തുന്നവർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും എഴുന്നേറ്റ് ഇദ്ദേഹത്തെ വേഗം വധിക്കുന്നതിനായിരുന്നു ഞാൻ കുറച്ചധികം നേരം മൗനം പാലിച്ചത്. സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അങ്ങ് എന്തുകൊണ്ട് ഞങ്ങൾക്ക് സൂചന നൽകിയില്ല? അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു നബി കൊലയ്ക്ക് സൂചന നൽകുകയില്ല. ചില നിവേദനങ്ങളിൽ വാക്കുകൾ ഇപ്രകാരമാണ്: ഒരു നബിക്ക് കണ്ണുകൾ കൊണ്ട് വഞ്ചന കാണിക്കുന്നത് അനുവദനീയമല്ല. എന്തായാലും ഈ നിവേദനവും അതുപോലുള്ള മറ്റു നിവേദനങ്ങളും ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഉള്ളതുകൊണ്ട് ഞാനിത് വിശദീകരിക്കുന്നു എന്നേയുള്ളൂ. എന്നാൽ ഇതെല്ലാം സംശയകരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയും അദ്ദേഹത്തിന്റെ സഹനവും ഇത് ചില കെട്ടിച്ചമച്ച നിവേദനങ്ങളാണെന്ന് തെളിയിക്കുന്നു. എന്തായാലും ഹദീസുകളുടെ ഒരു ഗ്രന്ഥമായ സുനൻ നസായിയിൽ ഈ നിവേദനം ഇങ്ങനെയാണ്: മക്ക വിജയവേളയിൽ അബ്ദുല്ല ഇബ്നു സഅദ് ഹസ്രത്ത് ഉസ്മാന്റെ വീട്ടിൽ ഒളിച്ചു. പിന്നീട് പൊതുബയ്യത്ത് പ്രഖ്യാപിച്ചപ്പോൾ ഹസ്രത്ത് ഉസ്മാൻ അബ്ദുല്ലയെയും കൊണ്ടുവന്ന് അപേക്ഷിച്ചു, അബ്ദുല്ലയുടെ ബയ്യത്ത് സ്വീകരിച്ചാലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ തല ഉയർത്തി അദ്ദേഹത്തെ നോക്കി 3 തവണ അങ്ങനെ ചെയ്തു. എന്നിട്ട് നിരസിച്ചു. 3 തവണ അങ്ങനെ ചെയ്ത ശേഷം അദ്ദേഹത്തിന്റെ ബയ്യത്ത് സ്വീകരിച്ചു. അതിനുശേഷം സ്വഹാബികളോട് തിരിഞ്ഞു നിന്ന് ചോദിച്ചു, ഞാൻ ബയ്യത്ത് വാങ്ങാതിരുന്നത് കണ്ടപ്പോൾ എഴുന്നേറ്റ് അയാളെ കൊല്ലാൻ നിങ്ങളിൽ ഒരു ബുദ്ധിമാനും ഉണ്ടായിരുന്നില്ലേ? സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ മനസ്സിൽ എന്താണെന്ന് ഞങ്ങൾക്കെങ്ങനെ അറിയാം? അങ്ങ് എന്തുകൊണ്ടാണ് കണ്ണുകൾ കൊണ്ട് ഞങ്ങൾക്ക് സൂചന നൽകാതിരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു നബിക്ക് തൻ്റെ കണ്ണുകൾ കൊണ്ട് വഞ്ചന കാണിക്കുന്നത് ഉചിതമല്ല. ഇത് നസായിലുള്ളതാണ്. എന്നാൽ ഇത് ശരിയാണെന്ന് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഈ നിവേദനം സുനൻ അബൂ ദാവൂദിലുമുണ്ട്. എന്നിരുന്നാലും സുനൻ അബൂ ദാവൂദിൽ ഇതിനു പുറമെ മറ്റൊരു നിവേദനവുമുണ്ട്. എന്നാൽ ആ നിവേദനത്തിൽ കൊല്ലുന്നതിനെ കുറിച്ച് പരാമർശമില്ല. ആ നിവേദനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഹസ്രത്ത് ഇബ്നു അബ്ബാസ് പറയുന്നു, അബ്ദുല്ല ഇബ്നു സഅദ് ബിൻ അബി സർഹ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എഴുതുന്ന ആളായിരുന്നു. പിശാച് അയാളെ വഴിതെറ്റിച്ചു. അയാൾ കാഫിറുകളുമായി ചേർന്നു. മക്ക വിജയ ദിവസം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കൊല്ലാൻ ഉത്തരവിട്ടു. ഹസ്രത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ അദ്ദേഹത്തിന് വേണ്ടി അഭയം തേടി. അതിനുശേഷം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് അഭയം നൽകി. ഇവിടെ അബ്ദുല്ലാ ഇബ്നു സഅദിനെ കുറിച്ചുള്ള ഇത്തരത്തിലുള്ള നിവേദനങ്ങൾ കുറിച്ച് വ്യക്തമാക്കേണ്ടതുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ നിവേദനം ഹദീസുകളുടെ ഏത് ഗ്രന്ഥങ്ങളിലാണോ വന്നിട്ടുള്ളത് അതിൻ്റെ സനദിനെ കുറിച്ച് വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് എന്തുകൊണ്ട് സൂചന നൽകിയില്ല എന്ന് പറഞ്ഞതും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ മിണ്ടാതിരുന്നു എന്ന് പറഞ്ഞതുമൊക്കെ സനദിന്റെ അടിസ്ഥാനത്തിൽ ദുർബലമാണ്. അവിടുന്ന് ഒരു ഭരണാധികാരിയായിരുന്നല്ലോ, വ്യക്തമായി പറയാമായിരുന്നു. എന്തായാലും രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇസ്ലാമിൽ മതപരിത്യാഗത്തിന് ശിക്ഷയില്ല എന്നതാണ്. അതിനാൽ അബ്ദുല്ലാ ഇബ്നു സഅദ് മുർത്തദായതുകൊണ്ട് അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. കൂടാതെ ഈ സംഭവത്തിന്റെ വിശദാംശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വത്തിന് വിരുദ്ധമായി തോന്നുന്നു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസം അല്ലാഹു തആലയുടെ ഗുണങ്ങളായ ഗഫാർ, സത്താർ, റഹീം, കരീം എന്നിവയുടെ പൂർണ്ണമായ പ്രകടനമായിരുന്നു. ആരെങ്കിലും മാപ്പ് ചോദിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പ് നൽകാത്ത ഒരാളുമുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹത്തെ കൊല്ലാൻ കൽപ്പിച്ചിരുന്നെങ്കിൽ പോലും. ഈ ഹദീസ് ബുഖാരിയിലും മുസ്ലിമിലും ലഭ്യമല്ല. കൂടാതെ ഈ നിവേദനം യുക്തിക്കും വിരുദ്ധമായി തോന്നുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിജയിയായ ഭരണാധികാരിയുമായിരുന്നു. ആരെയും കൊല്ലാൻ കൽപ്പിക്കേണ്ടത് ആവശ്യമായിരുന്നെങ്കിൽ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ലായിരുന്നു. സൂചനയുടെയോ ആംഗ്യത്തിൻ്റെയോ ആവശ്യമില്ലായിരുന്നു. ഹസ്രത്ത് ഉസ്മാൻ അബ്ദുല്ലയെയും കൊണ്ടുവന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുറ്റകൃത്യങ്ങൾ മാപ്പ് നൽകാൻ കഴിയാത്തത്ര ഗൗരവമുള്ളതാണ് എന്ന് തിരുമേനിക്ക് വ്യക്തമായി പറയാമായിരുന്നു. ആ ദിനങ്ങളിൽ ബനു മഖ്സൂം ഗോത്രത്തിലെ ഒരു സ്ത്രീയുടെ മോഷണക്കേസും നബിയുടെ മുന്നിൽ വന്നിരുന്നു. അവർക്കായി പ്രമുഖരായ പലരും ശുപാർശ ചെയ്യുകയും ചെയ്തു. ഹസ്രത്ത് ഉമ്മെ സലമയും ഉസാമ ബിൻ സെയ്ദും ശുപാർശ ചെയ്തെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആ ശുപാർശകളെല്ലാം നിരസിച്ച് കൈവെട്ടാനുള്ള ശിക്ഷ നടപ്പാക്കുകയാണ് ചെയ്തത്. അതിനാൽ അബ്ദുല്ലാ ബിൻ സഅദിന്റെ കുറ്റം ഇത്ര ഗുരുതരമായിരുന്നെങ്കിൽ അയാൾക്ക് മാപ്പ് നൽകുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ലെന്ന് പ്രഖ്യാപിക്കാമായിരുന്നു. എന്നാൽ അതിനു പകരം സാധാരണ ധാർമ്മിക മര്യാദകൾക്കും പാരമ്പര്യങ്ങൾക്കും വിരുദ്ധമായ ഒരു പ്രവൃത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ആരോപിക്കുന്നത് അസ്വീകാര്യമാണ്. അതായത് അദ്ദേഹം ബയ്യത്ത് ചെയ്യാൻ വന്നപ്പോൾ നൗദുബില്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശബ്ദനായി നിന്നു. ആ സമയത്ത് ആരെങ്കിലും അദ്ദേഹത്തെ വേഗത്തിൽ കൊല്ലുമോ എന്ന് നോക്കി. സഹാബികൾ അങ്ങനെ ചെയ്യാതിരുന്നപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ കൊന്നില്ല എന്ന് അവിടുന്ന് അവരോട് ചോദിച്ചു. സഹാബികൾ അങ്ങേക്ക് കണ്ണുകൊണ്ട് സൂചന നൽകാമായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഒരു നബിയുടെ കണ്ണ് വഞ്ചന കാണിക്കുകയില്ല എന്ന് പറഞ്ഞു. അതിനാൽ കണ്ണുകൾ കൊണ്ട് സൂചന നൽകിയില്ലത്രേ. നൗദുബില്ലാ മനസ്സിൽ ആരെങ്കിലും അയാളെ കൊന്നിരുന്നെങ്കിൽ എന്ന ആഗ്രഹമുണ്ടായിരുന്നു എന്നൊക്കെ സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ ആഗ്രഹമുണ്ടായിരുന്നു, എന്നാൽ സൂചന നൽകിയില്ലത്രേ. ഈ നിവേദനത്തിന്റെ ഘടന തന്നെ ഈ സംഭവത്തെ നിരാകരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം വളരെ ഉയർന്നതും ഉന്നതവുമാണ്. അത്തരമൊരു കാര്യം അദ്ദേഹത്തിന്റെ പേരിൽ ആരോപിക്കപ്പെടുന്നത് ഉചിതമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയമങ്ങൾ നടപ്പാക്കുന്നതിൽ പാറ പോലെ ഉറച്ച വ്യക്തിത്വമായിരുന്നു. ആരെയും ഗൗനിച്ചിരുന്നില്ല. എന്നാൽ ക്ഷമയുടെയും കാരുണ്യത്തിന്റെയും സമയത്ത് പട്ടുപോലെ മൃദുലവുമായിരുന്നു. അദ്ദേഹത്തിന് യാതൊരു വിഷമമോ അസ്വാസ്ഥ്യമോ ഉണ്ടായിരുന്നില്ല. അതിനാൽ അബ്ദുല്ലാ ഇബ്നു സഅദിന്റെ ബയ്യത്തുമായി ബന്ധപ്പെട്ട ഈ നിവേദനങ്ങൾ സംശയാസ്പദമാണ്. ചില ചരിത്രകാരന്മാരും ജീവചരിത്രകാരന്മാരും ഇവ അംഗീകരിക്കാൻ വിസമ്മതിച്ചിട്ടുണ്ട്. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു സൂറത്തുൽ മുഅ്മിനീനിലെ 15-ാം വചനത്തിന്റെ വ്യാഖ്യാനം വിശദീകരിക്കുമ്പോൾ ഈ സംഭവത്തെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു. ഈ വചനവുമായി ബന്ധപ്പെട്ട് ഒരു ചരിത്രപരമായ സംഭവം കൂടിയുണ്ട്. ഇത് ഇവിടെ വിശദീകരിക്കുന്നത് അത്യാവശ്യമാണെന്ന് തോന്നുന്നു. അദ്ദേഹം എഴുതുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അബ്ദുല്ലാ ഇബ്നു അബീ സർഹ് എന്ന പേരുള്ള ഒരു വഹി എഴുത്തുകാരനുണ്ടായിരുന്നു. വഹി ഇറങ്ങുമ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുത്തുകാരനെ വിളിച്ച് എഴുതിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം ഈ വചനങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് എഴുതിക്കുകയായിരുന്നു. തുമ്മ അൻശഅനാ ഖൽഖൻ ആഖറ എന്ന വചനത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് അപ്രതീക്ഷിതമായി ഫതബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ
എന്നു പുറപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് വഹിയാണ്, ഇത് എഴുതിക്കൊള്ളുക. മുൻ വചനങ്ങളുടെ ഫലമായി സ്വാഭാവികമായി രൂപം കൊള്ളാവുന്ന വചനമാണ് ഇത് എന്ന് ആ ഹതഭാഗ്യൻ ചിന്തിച്ചില്ല. തൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയായി പ്രഖ്യാപിച്ചതുപോലെ നൗദുബില്ലാ അദ്ദേഹം ഖുർആൻ മുഴുവൻ സ്വയം ഉണ്ടാക്കുകയാണെന്ന് അയാൾ കരുതി. അങ്ങനെ അയാൾ മതം ഉപേക്ഷിച്ച് മക്കയിലേക്ക് പോയി. മക്ക വിജയ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലാൻ കൽപ്പിച്ചവരിൽ ഒരാൾ അബ്ദുല്ലാഹ് ബിൻ അബി സർഹ ആയിരുന്നു. എന്നാൽ ഹസരത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് അഭയം നൽകി. അദ്ദേഹം ഉസ്മാന്റെ വീട്ടിൽ 3 ദിവസം ഒളിച്ചു. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ ജനങ്ങളിൽ നിന്ന് ബയ്യത്ത് എടുക്കുന്ന സമയത്ത് ഹസരത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹ് ബിൻ അബി സർഹിനെയും കൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് ബയ്യത്ത് സ്വീകരിക്കാൻ അപേക്ഷിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം കുറച്ചു നേരം ആലോചിച്ചു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ബയ്യത്ത് സ്വീകരിച്ചു. അങ്ങനെ അദ്ദേഹം വീണ്ടും ഇസ്ലാം സ്വീകരിച്ചു. അബ്ദുല്ലാഹ് ബിൻ അബി സർഹിനെ കുറിച്ച് വന്നിട്ടുള്ളത് അദ്ദേഹം പിന്നീട് ഇസ്ലാമിന് ശ്രദ്ധേയമായ സേവനങ്ങൾ നൽകിയ സ്വഹാബികളിൽ ഒരാളായി കണക്കാക്കപ്പെട്ടിരുന്നു എന്നാണ്. ഈജിപ്തിൻ്റെ ഗവർണറായും സേവനമനുഷ്ഠിച്ചു. ആഫ്രിക്കയിലെ ഒരു പ്രദേശം കീഴടക്കിയ ആളുമായിരുന്നു. ഹസ്രത്ത് ഉസ്മാന്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം അദ്ദേഹം കുഴപ്പങ്ങളിൽ നിന്ന് അകന്നു നിന്നു. അദ്ദേഹത്തിൻ്റെ മുലുകുടി ബന്ധത്തിലെ സഹോദരനായിരുന്നു. തൻ്റെ അവസാന പ്രവൃത്തി നമസ്കാരമായിരിക്കണമെന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു എന്നും പറയപ്പെടുന്നു. അങ്ങനെ ഒരു ദിവസം സുബഹ് നമസ്കാരത്തിനായി നിന്നപ്പോൾ നമസ്കാരം പൂർത്തിയാക്കി വലതുവശത്തേക്ക് സലാം ചൊല്ലിയതിനു ശേഷം ഇടതുവശത്തേക്ക് സലാം ചൊല്ലാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം വഫാത്തായി. 36-37 ഹിജ്റയിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. ഇനി ഇക്രിമ ബിൻ അബൂ ജഹലിന്റെ ഇസ്ലാം ആശ്ലേഷണത്തെക്കുറിച്ചാണ് പരാമർശം. മക്ക വിജയവേളയിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലാൻ കൽപ്പിച്ചവരിൽ ഒരാളായിരുന്നു ഇക്രിമ ബിൻ അബി ജഹൽ. ഇക്രിമയും അയാളുടെ പിതാവും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കുകയും മുസ്ലിങ്ങളോട് വളരെ കഠിനമായി പെരുമാറുകയും ചെയ്തിരുന്നു. തന്നെ കൊല്ലാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അയാൾ യമനിലേക്ക് ഓടിപ്പോയി. ഇസ്ലാമിനോടുള്ള ശത്രുതയിൽ തൻ്റെ പിതാവ് അബൂജഹലിനെയും അദ്ദേഹം പിന്നിലാക്കിയിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തെ കൊല്ലാൻ കൽപ്പിച്ചിട്ടുണ്ടാകാം. എന്നിരുന്നാലും ഇസ്ലാമിനെ എതിർക്കുന്നതിൽ എല്ലായ്പ്പോഴും മുമ്പന്തിയിലായിരുന്ന ഇസ്ലാമിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനുമെതിരെ ദിനം പ്രതി ഗൂഢാലോചനകൾ നടത്തിയിരുന്ന മക്കയിലെ നേതാക്കന്മാരും പ്രമാണിമാരും മക്ക വിജയത്തിന് ശേഷം തങ്ങളുടെ പ്രവൃത്തികൾ കാരണം ഒരു തരത്തിലും മാപ്പ് ലഭ്യമല്ലെന്നും തങ്ങൾ എന്തായാലും കൊല്ലപ്പെടുമെന്നും സ്വയം ചിന്തിച്ചിരിക്കാം. അങ്ങനെ അവർ സ്വയം അവിടുന്ന് ഓടിപ്പോയി. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അങ്ങേയറ്റത്തെ കാരുണ്യവും മാപ്പും വിട്ടുവീഴ്ചയും അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. അതിനെക്കുറിച്ച് ഒരു ധാരണയും അവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ ഓടിപ്പോകുന്നതാണ് ഉചിതമെന്ന് അവർ കരുതി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അളവറ്റ പൊറുക്കലും വിട്ടുവീഴ്ചയും അവർക്ക് മനസ്സിലായപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് മക്കയിലേക്ക് തിരിച്ചു പോന്നു. അദ്ദേഹത്തിൻ്റെ സന്നിധിയിൽ ഹാജരാകുകയും ചെയ്തു. എന്തായാലും മക്ക വിജയവേളയിലും ഇസ്ലാമിക സൈന്യത്തിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയ പ്രധാന എതിരാളികളിൽ ഒരാളായിരുന്നു ഇക്രിമ. സുഹൈൽ ബിൻ അംർ, സഫ്വാൻ ബിൻ ഉമയ്യ എന്നിവരുൾപ്പെടെ മക്കയിലെ ധീരരായ യുവാക്കൾ ഉൾപ്പെട്ട ഒരു സംഘത്തെ അയാൾ കൂടെ കൂട്ടി. ഞങ്ങൾ മുസ്ലിങ്ങളെ മക്കയിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാളുകൾ ഊരി. ഹസ്രത്ത് ഖാലിദ് ബിൻ വലീദിന്റെ സംഘത്തെ അവർ ശക്തമായി നേരിട്ടു. എന്നാൽ തങ്ങളുടെ 20-ലധികം യുവാക്കൾ കൊല്ലപ്പെട്ടതിന് ശേഷം അവരെല്ലാം അവിടുന്ന് ഓടിപ്പോയി. സുഹൈൽ, സഫ്വാൻ, ഇക്രിമ എന്നിവർ 3 പേരും മക്കയിൽ നിന്ന് തന്നെ ഓടിപ്പോയി. ചരിത്രപരമായ നിവേദനമനുസരിച്ച് ഇക്രിമ കടൽ മാർഗം യമനിലേക്ക് പോകാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ ഉമ്മു ഹക്കീം ബിൻത്ത് ഹാരിസ് ബിൻ ഹിഷാം ഒരു ഖുറൈശി നേതാവിന്റെ മകളായിരുന്നു.
ഹിന്ദ് ബിൻ തൂത്തുബയോടും മക്കയിലെ മറ്റു പ്രമുഖ സ്ത്രീകളോടുമൊപ്പം മക്ക വിജയവേളയിൽ അവർ ബയ്യത്ത് ചെയ്തിരുന്നു. തൻ്റെ ഭർത്താവ് ഇക്രിമ കൊല്ലപ്പെടുമെന്ന ഭയത്താൽ യമനിലേക്ക് പലായനം ചെയ്തെന്ന് അറിഞ്ഞപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ചെന്ന് പറഞ്ഞു, ഇക്രിമയ്ക്ക് അങ്ങ് അദ്ദേഹത്തെ കൊല്ലിക്കുമോ എന്ന് ഭയമുണ്ട്, അങ്ങ് അദ്ദേഹത്തിന് അഭയം നൽകിയാലും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം അഭയത്തിലാണ്. അങ്ങനെ അവർ തൻ്റെ അടിമയെയും കൂട്ടി ജിദ്ദയിലേക്ക് പുറപ്പെട്ടു. കടൽ തീരത്ത് വെച്ച് ഇക്രിമയെ കണ്ടുമുട്ടി. അപ്പോൾ അദ്ദേഹം ഒരു വഞ്ചിയിൽ കയറാൻ ഒരുങ്ങുകയായിരുന്നു. ഒരഭിപ്രായമനുസരിച്ച് അദ്ദേഹം വഞ്ചിയിൽ കയറിക്കഴിഞ്ഞപ്പോഴാണ് അവർ ഇക്രിമയെ കണ്ടത്. അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇക്രിമയെ തടഞ്ഞു. ഓ എൻ്റെ പിതൃ സഹോദരൻ്റെ മകനെ, ആളുകളിൽ ഏറ്റവും കൂടുതൽ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നവനും, ഓ എൻ്റെ പിതൃ സഹോദരൻ്റെ മകനെ, ആളുകളിൽ ഏറ്റവും കൂടുതൽ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നവനും, ആളുകളെ ഏറ്റവും കൂടുതൽ സൽഗുണമുള്ളവനും, ആളുകളെ ഏറ്റവും കൂടുതൽ നന്മ ആഗ്രഹിക്കുന്നവനുമായ ഒരു വ്യക്തിയുടെ അടുത്ത് നിന്നാണ് ഞാൻ നിന്റെ അടുത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിന്റെ ജീവനെ അപകടത്തിലാക്കരുത്, കാരണം ഞാൻ നിനക്ക് അഭയം തേടിയിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം തൻ്റെ ഭാര്യയോടൊപ്പം വരികയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഇസ്ലാം വളരെ മനോഹരമായിരുന്നു. നിവേദനത്തിൽ പറയുന്നു, ഇക്രിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഹാജരായപ്പോൾ അദ്ദേഹം അപേക്ഷിച്ചു, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെക്ക് അഭയം നൽകിയിട്ടുണ്ടെന്ന്. അതായത് കുഫറിൻ്റെ അവസ്ഥയിൽ തന്നെ മക്കയിൽ താമസിക്കാൻ അനുവാദം നൽകി എന്നാണ്, മുസ്ലിമാകാനെന്നല്ല. അവിടുന്ന് പറഞ്ഞു, നീ സത്യം പറഞ്ഞിരിക്കുന്നു, തീർച്ചയായും നീ സുരക്ഷിതനാണ്. അതിന് ഇക്രിമ പറഞ്ഞു, അല്ലാഹുവല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ലെന്നും അവൻ ഏകനാണെന്നും അവന് പങ്കുകാരില്ലെന്നും അങ്ങ് അവൻ്റെ ദാസനും ദൂതനുമാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അദ്ദേഹം ലജ്ജയോടെ തലകുനിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലയോ ഇക്രിമ, ഇന്ന് നീ എന്നോട് എന്തു ചോദിച്ചാലും എനിക്കതിന് കഴിവുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും നിനക്ക് നൽകും. ഇക്രിമ അപേക്ഷിച്ചു, അങ്ങയോട് ഞാൻ ചെയ്ത എല്ലാ ശത്രുതയ്ക്കും വേണ്ടി പാപമോചനത്തിനായി പ്രാർത്ഥിച്ചാലും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, ഇക്രിമ എന്നോട് ചെയ്ത എല്ലാ ശത്രുതയും അവന് പുറത്തു കൊടുക്കണമേ, അല്ലെങ്കിൽ അവൻ ചെയ്ത എല്ലാ തിന്മകളും പുറത്തു കൊടുക്കണമേ. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷം കൊണ്ട് മതിമറന്ന് തൻ്റെ പുതപ്പ് അദ്ദേഹത്തിൻ്റെ മേലിട്ടുകൊടുത്തു. എന്നിട്ട് പറഞ്ഞു, വിശ്വസിച്ച നിലയിലും ഹിജറ ചെയ്ത നിലയിലും നമ്മുടെ അടുത്തേക്ക് വന്ന വ്യക്തിക്ക് സ്വാഗതം. ഇക്രിമ ഇസ്ലാം സ്വീകരിച്ചതിലൂടെ ഒരു പ്രവചനം പൂർത്തിയായതിനെക്കുറിച്ചും പരാമർശമുണ്ട്. അത് ഹസ്രത്ത് മുസ്ലിം റളിയല്ലാഹു അൻഹു ഇങ്ങനെ വിവരിച്ചിരിക്കുന്നു, ഇക്രിമയുടെ ഇസ്ലാം ആശ്ലേഷണം വഴി വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സ്വഹാബികളോട് പറഞ്ഞ ഒരു പ്രവചനം പൂർത്തിയായി. അതായത്, ഞാൻ സ്വപ്നത്തിൽ കണ്ടു ഞാൻ സ്വർഗത്തിലാണെന്ന്. അവിടെ ഞാനൊരു മുന്തിരിക്കുല കണ്ടു. ഇത് ആർക്കുള്ളതാണെന്ന് ആളുകളോട് ചോദിച്ചു. അപ്പോൾ മറുപടി നൽകുന്ന ഒരുവൻ പറഞ്ഞു, അബൂജഹലിന്. ഇതെനിക്ക് വിചിത്രമായി തോന്നി. ഞാൻ പറഞ്ഞു, സ്വർഗത്തിൽ മുഅ്മിനല്ലാതെ മറ്റാരും പ്രവേശിക്കുകയില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അബൂജഹലിനെ സ്വർഗത്തിൽ മുന്തിരി ഒരുക്കിയത്? ഇക്രിമ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ആ കുല ഇക്രിമയുടേതായിരുന്നു. സ്വപ്നങ്ങളിൽ പലപ്പോഴും സംഭവിക്കാറുള്ളതുപോലെ അള്ളാഹു മകന്റെ സ്ഥാനത്ത് പിതാവിൻ്റെ പേര് വെളിപ്പെടുത്തിയതാണ്. ഹബ്ബാർ ബിൻ അസ്വദിന്റെ പലായനത്തെക്കുറിച്ചും പിന്നീട് ഇസ്ലാം ആശ്ലേഷണത്തെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജാഹിലിയ കാലത്ത് അദ്ദേഹം വാക്ചാതുര്യമുള്ളവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ആളുകളെ ഒന്നിപ്പിച്ചിരുന്നവനുമായിരുന്നു. കൂടാതെ വളരെ മോശം സ്വഭാവമുള്ള വ്യക്തിയുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഹസ്രത്ത് സൈനബ് മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ അവർ ഗർഭിണിയായിരുന്നു. ഹബ്ബാർ ബിൻ അസ്വദ് ഒട്ടകത്തെ വേഗതയിൽ ഓടിച്ചു. അതിനാൽ അവർ ഒട്ടകപ്പുറത്തു നിന്ന് താഴെ വീണു. ഇതിന്റെ ഫലമായി അവരുടെ ഗർഭം ലസിപ്പോയി. ഈ കാരണം കൊണ്ട് അവർ അവസാന കാലം വരെ രോഗിയായി കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദേഹത്തെ കൊല്ലാൻ കൽപ്പിച്ചിരുന്നു. എവിടെ കണ്ടാലും അദ്ദേഹത്തെ കൊല്ലണമെന്ന്. മക്ക വിജയ സമയത്ത് ഈ ഭയം കാരണം അദ്ദേഹം മക്കയിൽ നിന്ന് ഓടിപ്പോവുകയും കാടുകളിൽ ഒളിച്ചു നടക്കുകയും ചെയ്തു. മക്ക വിജയത്തിന് ശേഷം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഹാജരായി. അദ്ദേഹം ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഹാജരായപ്പോൾ സഹാബികൾ അദ്ദേഹത്തെ കണ്ടു. ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഹബ്ബാർ വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, ഞാൻ കണ്ടു. അദ്ദേഹത്തോടൊന്നും പറയരുത്. ഹബ്ബാർ അടുത്തു വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങേക്ക് സമാധാനം. അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ലെന്നും അങ്ങ് അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഞാൻ അങ്ങയിൽ നിന്ന് ഓടി എല്ലാ പ്രദേശങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. അനറബികളുമായി പോലും കൂടിക്കഴിയാൻ ഞാൻ ആഗ്രഹിച്ചു. പിന്നീട് ഞാൻ അങ്ങയുടെ ഔദാര്യവും കാരുണ്യവും നന്മയും അതിക്രമികളോട് കാണിക്കുന്ന വിട്ടുവീഴ്ചയും ഓർത്തു. യാ റസൂലല്ലാഹ്, ഞങ്ങൾ മുശ്രിക്കുകളായിരുന്നു. അള്ളാഹു അങ്ങയിലൂടെ ഞങ്ങൾക്ക് മാർഗദർശനം നൽകി നാശത്തിൽ നിന്ന് രക്ഷിച്ചു. എൻ്റെ അതിക്രമങ്ങളും എന്നിൽ നിന്നും അങ്ങയ്ക്ക് ലഭിച്ച എല്ലാ പ്രയാസങ്ങളും എനിക്ക് പുറത്തു തരണമേ. എൻ്റെ ദുഷ്പെരുമാറ്റങ്ങളും പാപങ്ങളും ഞാൻ ഏറ്റുപറയുന്നു. നിവേദകൻ പറയുന്നു, ഞാൻ അപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കി നിന്നു. ഹബ്ബാറിൻ്റെ ക്ഷമാപണത്തിൽ ലജ്ജ കാരണം അവിടുന്ന് തലകുനിച്ചിരുന്നു. അവിടുന്ന് പറഞ്ഞു, ഞാൻ നിനക്ക് മാപ്പ് നൽകിയിരിക്കുന്നു. ഇസ്ലാം മുമ്പുള്ള പാപങ്ങളെ മാപ്പ് നൽകുന്നു. ഹദരത്ത് മുസ്ലിം റളിയല്ലാഹു ഈ സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ഏതൊരു കൂട്ടരെ കുറിച്ചാണോ കൊല്ലപ്പെടണമെന്ന കൽപ്പന നൽകപ്പെട്ടിരുന്നത്, അവരിൽ ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഹസ്രത്ത് സൈനബിന്റെ മരണത്തിന് കാരണമായ വ്യക്തിയായിരുന്നു. ഈ വ്യക്തിയുടെ പേര് ഹബ്ബാർ എന്നായിരുന്നു. അയാൾ ഹസ്രത്ത് സൈനബിന്റെ ഒട്ടകത്തിന്റെ ചരട് മുറിച്ചു മാറ്റിയിരുന്നു. ഹസ്രത്ത് സൈനബ് ഒട്ടകപ്പുറത്തുനിന്ന് താഴെ വീണു. അതിന്റെ ഫലമായി അവരുടെ ഗർഭം അലസിപ്പോയി. കുറച്ചു കാലത്തിന് ശേഷം അവർ മരണപ്പെട്ടു. മറ്റു കുറ്റകൃത്യങ്ങൾക്ക് പുറമെ ഈ കുറ്റകൃത്യവും അയാളെ മരണശിക്ഷയ്ക്ക് അർഹനാക്കി. ഈ വ്യക്തിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഹാജരായി പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഞാൻ അങ്ങിൽ നിന്ന് ഓടി ഇറാനിലേക്ക് പോയിരുന്നു. പിന്നീട് ഞാൻ ചിന്തിച്ചു, അള്ളാഹു താല തൻ്റെ പ്രവാചകനിലൂടെ നമ്മുടെ ഷിർക്കിൻ്റെ ചിന്തകളെ നീക്കം ചെയ്യുകയും ആത്മീയ നാശത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. അന്യരുടെ അടുത്ത് പോകുന്നതിന് പകരം ഞാൻ അങ്ങയുടെ അടുത്ത് ചെന്ന് എൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് എന്തുകൊണ്ട് മാപ്പ് ചോദിച്ചുകൂടാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹബ്ബാർ, അള്ളാഹു നിന്റെ ഹൃദയത്തിൽ ഇസ്ലാമിൻ്റെ സ്നേഹം ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഞാൻ നിന്റെ പാപങ്ങൾ എന്തിനു മാപ്പാക്കാതിരിക്കണം? പോയിക്കൊള്ളുക, ഞാൻ നിനക്ക് മാപ്പ് നൽകിയിരിക്കുന്നു. ഇസ്ലാം നിന്റെ എല്ലാ മുൻകാല തെറ്റുകളും മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. അയാൾക്ക് മാപ്പ് നൽകിയെങ്കിലും എന്നാൽ അബ്ദുല്ലായെക്കുറിച്ച് മാപ്പ് നൽകിയില്ലെന്നാണ് പറയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എന്തുകൊണ്ട് സൂചന നൽകിയില്ല എന്ന് ചോദിച്ചത്രേ. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. എന്തായാലും കഅബ് ബിൻ സുഹൈർ ബിൻ അബി സലമി എന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. 7-ാം ഹിജറയിൽ കഅബും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ബുജൈറും ഇബറക്ക് എന്ന സ്ഥലത്തെത്തി. അത് ബസറയിൽ നിന്ന് മദീനയിലേക്കുള്ള വഴിയിൽ ബനു അസദിൻ്റെ ഒരു കിണറായിരുന്നു. ബുജൈർ അവിടെ നിന്ന് മദീനയിലേക്ക് പോയി ഇസ്ലാം സ്വീകരിച്ചു. അതിൽ കഅബ് വളരെ ദേഷ്യപ്പെട്ടു. പരിഹാസ കവിതകൾ എഴുതി. സാധാരണ നിവേദനങ്ങളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പരിഹാസ കവിതകൾ കാരണം കഅബിനെ കൊല്ലാൻ കൽപ്പിച്ചു എന്ന് മനസ്സിലാകുന്നുണ്ടെങ്കിലും ചില തെളിവുകളിൽ നിന്ന് മനസ്സിലാകുന്നത് യഥാർത്ഥത്തിൽ അത്രമാത്രമായിരുന്നില്ല. മറിച്ച് കഅബും ബുജൈറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കാനോ കൊല്ലാനോ ഗൂഢാലോചന നടത്തിയിരുന്നു എന്നാണ്. ഈ ഉദ്ദേശത്തോടെ കഅബ് മദീനയിൽ നിന്ന് ദൂരെ തങ്ങി സഹോദരനെ മദീനയിലേക്ക് അയച്ചു. എന്നാൽ ബുജൈർ ഇസ്ലാം സ്വീകരിച്ചു. കഅബിന് സഹോദരൻ ഇസ്ലാം സ്വീകരിച്ച വാർത്ത അറിഞ്ഞപ്പോൾ അയാൾ വളരെ ദേഷ്യപ്പെട്ടു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിൽ നിന്ന് മടങ്ങുമ്പോൾ ബുജൈർ തൻ്റെ സഹോദരൻ കഅബ് ബിൻ സുഹൈറിന് കത്തെഴുതി അദ്ദേഹവും പശ്ചാത്തപിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഹാജരായി തൻ്റെ തെറ്റിന് മാപ്പ് ചോദിക്കണമെന്ന്. കാരണം പശ്ചാത്തപിച്ച് അങ്ങയുടെ അടുത്ത് വരുന്ന ഏതൊരാൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പ് നൽകാറുണ്ടായിരുന്നു. ഒടുവിൽ കഅബിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഹാജരാകാതെ മറ്റു വഴികളുണ്ടായിരുന്നില്ല. അങ്ങനെ കഅബ് ഒരു കസീദ എഴുതി. ഈ കസീദയുടെ ആദ്യ വരി ഇതാണ്: ബാനത്ത് സ്വാദ് ഫഖൽബി അൽ യൗമ മത്ബൂലു. സഅദ് എന്നിൽ നിന്ന് വേർപിരിഞ്ഞു. ദുഃഖം കാരണം എൻ്റെ ഹൃദയം തകരുകയാണ്. അതിനുശേഷം കഅബ് ബിൻ സുഹൈർ പുറപ്പെട്ടു.
മദീനയിലെത്തി തൻ്റെ ഒരു പരിചാരകന്റെ അടുത്ത് തങ്ങി. അടുത്ത ദിവസം ആ വ്യക്തി കാബിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബൈ നമസ്കാരം കഴിഞ്ഞു വന്നപ്പോൾ ആ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചൂണ്ടി കാബിനോട് പറഞ്ഞു, ഇദ്ദേഹമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എഴുന്നേറ്റ് അദ്ദേഹത്തോട് അഭയം ചോദിക്കുക. അദ്ദേഹം എഴുന്നേറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലിരുന്ന് തൻ്റെ കൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള സ്വഹാബികളിൽ ആരും കാബ് ബിൻ സുഹൈറിനെ തിരിച്ചറിഞ്ഞില്ല. കാബ് അപേക്ഷിച്ചു, യാ റസൂലല്ലാഹ്, കാബ് ബിൻ സുഹൈർ അങ്ങയുടെ അടുത്ത് തൻ്റെ ജീവന് അഭയം തേടാനും പശ്ചാത്തപിച്ച് മുസ്ലിം ആകാനും ആഗ്രഹിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ അങ്ങയുടെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ അങ്ങ് അദ്ദേഹത്തിൻ്റെ തോപ സ്വീകരിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. അപ്പോൾ കാബ് പറഞ്ഞു, ഞാൻ തന്നെയാണ് കാബ് ബിൻ സുഹൈർ. ഇത് കേട്ടപ്പോൾ ഒരു അൻസാരി മുസ്ലിം എഴുന്നേറ്റ് പറഞ്ഞു, യാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ ഈ ശത്രുവിനെ എൻ്റെ കയ്യിൽ തന്നാലും ഞാൻ അവൻ്റെ കഴുത്ത് വെട്ടിക്കളയാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തെ പോകാൻ അനുവദിക്കുക. അദ്ദേഹം പശ്ചാത്തപിക്കാനും ഖേദം പ്രകടിപ്പിക്കാനും വന്നവനാണ്. കാബ് ബാനത് സ്വാദ് എന്ന കസീദ പാടി ഈ വരിയിലെത്തിയപ്പോൾ, അതായത് ഇന്ന റസൂല ലനൂറുൻ യസ്തലാ ബിഹി മുഹന്നദുൻ മിൻ സുയൂഫില്ലാ മസ്ലൂൽ, തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രകാശമാണ്, അതിലൂടെ സത്യത്തിൻ്റെ വെളിച്ചം കരസ്ഥമാക്കപ്പെടുന്നു. അള്ളാഹുവിൻ്റെ വാളുകളിൽ നിന്ന് ഊരിപ്പിടിച്ച ഒരു നഗ്നമായ ഇന്ത്യൻ വാൾ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന പുതപ്പ് ഹസ്രത്ത് കാബിൻ്റെ മേലിട്ടു കൊടുത്തു. ഈ പുതപ്പ് കാരണം ഈ കസീദ ബുർദ എന്ന പേരിൽ പ്രശസ്തമായി. അതായത് പുതപ്പ് അണിഞ്ഞ കസീദ. ബുർദ എന്നതിന് പുതപ്പ് എന്നാണ് അർത്ഥം. ഇതിന് കസീദ ബാനത് സ്വാദ് എന്നും കസീദ ബുർദ എന്നും പറയാറുണ്ട്. പിന്നീട് ഹസ്രത്ത് അമീർ മുആവിയ ഒരു വലിയ തുകയ്ക്ക് ഹസ്രത്ത് കാബിൽ നിന്ന് ഒരു പുതപ്പ് വാങ്ങാൻ ശ്രമിച്ചു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ അനുഗ്രഹീതമായ പുതപ്പ് ഞാൻ വേർപെടുത്തുകയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം നിരസിച്ചു. എന്നാൽ ഹസ്രത്ത് കാബ് മരണപ്പെട്ടപ്പോൾ ഹസ്രത്ത് അമീർ മുആവിയ കാബിൻ്റെ അവകാശികളിൽ നിന്ന് ഈ പുതപ്പ് വാങ്ങി. അതിനുശേഷം ഈ പുതപ്പ് ബനു ഉമയ്യയുടെ ഭരണാധികാരികൾക്ക് അനന്തരാവകാശമായി കൈമാറ്റം ചെയ്യപ്പെട്ടു. അവരുടെ ഭരണത്തിൻ്റെ തകർച്ചയോടെ അത് നഷ്ടപ്പെടുകയും ചെയ്തു. പൊതുജനങ്ങളിൽ കസീദ ബുർദ എന്ന പേരിൽ മറ്റൊരു കസീദയും കൂടുതൽ പ്രചാരത്തിലുണ്ട്. ഇത് ഇമാം ഷറഫുദ്ദീൻ ബുസൂരിയുടെ കസീദയാണ്. ഇതിനെയും കസീദ ബുർദ എന്ന് പറയാൻ കാരണം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വത്തിൽ ഒരു കസീദ എഴുതിയപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് സ്വപ്നത്തിൽ തൻ്റെ അനുഗ്രഹീത പുതപ്പ് അണിയിച്ചു എന്നതാണ്. അദ്ദേഹം ഉണർന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ തോളിൽ പുതപ്പുണ്ടായിരുന്നു. ഇമാം ബുസൂരി പക്ഷാഘാതം പിടിപ്പെട്ട ആളായിരുന്നുവെന്നും ഈ പുതപ്പിൻ്റെ അനുഗ്രഹം കൊണ്ട് രോഗം മാറിയെന്നും പറയപ്പെടുന്നു. എന്തായാലും ഇത് പറയപ്പെടുന്ന ഒരു കഥയാണ്. ഇത്തരം കഥകളും വരാറുണ്ട്. എന്തായാലും മറ്റു ചില കടുത്ത എതിരാളികളുടെ ഇസ്ലാം ആശ്ലേഷണത്തെക്കുറിച്ചും അവർക്ക് എങ്ങനെ മാപ്പ് ലഭിച്ചു എന്നതിനെക്കുറിച്ചും പരാമർശമുണ്ട്. അത് ഞാൻ പിന്നീട് വിശദീകരിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. അടുത്ത വെള്ളിയാഴ്ച മുതൽ ഇൻഷാ അല്ലാഹ് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് UK വാർഷിക ജലസയും ആരംഭിക്കുകയാണ്. അതിനുവേണ്ടിയും പ്രാർത്ഥിക്കുക. അല്ലാഹു തആല തൻ്റെ അനുഗ്രഹങ്ങളാൽ ജൽസയെ അനുഗ്രഹിക്കുകയും എല്ലാ പരിപാടികൾക്കും തൻ്റെ അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യട്ടെ. എല്ലാ ദുഷ്ടന്മാരിൽ നിന്നും ഉപദ്രവകാരികളിൽ നിന്നും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കാൻ ഉദ്ദേശിക്കുന്നവരുടെ തിന്മകളിൽ നിന്നും അല്ലാഹു തആല രക്ഷിക്കുമാറാകട്ടെ. രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നും വരുന്ന അതിഥികളെ അല്ലാഹു തആല സുരക്ഷിതമായി എത്തിക്കുകയും ഇവിടെ അവരെ എല്ലാ തരത്തിലും തൻ്റെ സംരക്ഷണത്തിൽ നിർത്തുകയും ചെയ്യുമാറാകട്ടെ. ജൽസയ്ക്ക് സ്വന്തം ഏർപ്പാട് ചെയ്തു വരുന്ന അതിഥികളെയും ജമാഅത്തിൻ്റെ ആദിത്യ മര്യാദയുടെ വകുപ്പിന് കീഴിൽ വരുന്ന അതിഥികളെയും സൽക്കരിക്കുന്നതിനുള്ള കടമ നിറവേറ്റാൻ എല്ലാ ആതിഥേയർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വലിയ ആവേശത്തോടും അഭിനിവേശത്തോടും കൂടി ജലസയുടെ ഡ്യൂട്ടികൾക്കായി സ്വയം അർപ്പിക്കുന്ന എല്ലാ പ്രവർത്തകർക്കും അല്ലാഹു തആല തങ്ങളുടെ മേഖലകളിൽ നിസ്വാർത്ഥമായി സേവനം ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അതീവ ആദരവോടും
വിനയത്തോടും നല്ല പെരുമാറ്റത്തോടും കൂടി അവർ അതിഥികളെ സേവിക്കട്ടെ. ചിലപ്പോൾ ജോലിയുടെ ആധിക്യവും ഉറക്കമില്ലായ്മയും കാരണം ചില പ്രവർത്തകരുടെ നല്ല പെരുമാറ്റത്തെ ബാധിച്ചേക്കാം. എന്നാൽ ഏതൊരു മേഖലയിലും ഡ്യൂട്ടിയിലുള്ള എല്ലാ പ്രവർത്തകരും ഈ ദിവസങ്ങൾ ഒരു കാര്യം ചിന്തിച്ചുകൊണ്ടായിരിക്കണം ചെലവഴിക്കേണ്ടത്. അള്ളാഹു താല നമുക്ക് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അതിഥികളെ സേവിക്കാൻ തൗഫീഖ് നൽകിയിരിക്കുന്നു, അവസരം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഇതിനു വേണ്ടി എല്ലാ ത്യാഗങ്ങളും സഹിച്ച് നമ്മുടെ സേവന മനോഭാവം നിലനിർത്തേണ്ടതാണ്. യാതൊരു തരത്തിലുള്ള ദുർമുഖവും കാണിക്കരുത്. നമ്മുടെ മുഖങ്ങളിൽ എപ്പോഴും പുഞ്ചിരി ഉണ്ടായിരിക്കണം. യുവതികളായാലും സ്ത്രീകളായാലും യുവാക്കളായാലും പ്രായമായ പുരുഷന്മാരായാലും ഉദ്യോഗസ്ഥരായാലും സഹായികളായാലും ഭക്ഷണം പാചകം ചെയ്യുന്നവരും ലങ്കർ നടത്തുന്നവരും അല്ലെങ്കിൽ ഭക്ഷണം വിളമ്പുന്നവരുമാകട്ടെ, സുരക്ഷാ ജീവനക്കാരായാലും പാർക്കിംഗ് ജോലിക്കാരായാലും ശുചിത്വ പ്രവർത്തകരായാലും അകത്തും പുറത്തും സിഗ്നലുകൾ സ്ഥാപിക്കുന്നവരായാലും ഗേറ്റ് എൻട്രിയിൽ നിയമിക്കപ്പെട്ടവരായാലും ശരി, കുട്ടികളുടെ പന്തലിൽ ഡ്യൂട്ടിയുള്ള പെൺകുട്ടികളായാലും പ്രധാന ജൽസാ ഹാളിൽ ഡ്യൂട്ടിയുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും പുരുഷന്മാരും സ്ത്രീകളും ആരായാലും ശരി, എല്ലാവരും എപ്പോഴും മുഖത്ത് പുഞ്ചിരിയോടെ തങ്ങളുടെ ജോലികൾ ചെയ്യേണ്ടതാണ്. അള്ളാഹു താല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. എന്നാൽ അതേസമയം എല്ലാവരെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും വേണം. ആരും ഒരു തിന്മയും പ്രചരിപ്പിക്കാൻ ധൈര്യപ്പെടാതിരിക്കാൻ. എല്ലാ പ്രവർത്തകർക്കും ഏറ്റവും നല്ല രീതിയിൽ സേവനം ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു താല നൽകുമാറാകട്ടെ. അവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നേടുന്നവരായി തീരട്ടെ. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.